മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടേലുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ രഹസ്യമായാണ് എറണാകുളം കാക്കനാടുള്ള സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വി.ഡി. സതീശൻ എത്തിയത്. 1.5 മണിക്കൂറോളം മേജർ ആർച്ച് ബിഷപ്പുമായി വി.ഡി. സതീശൻ ചർച്ച നടത്തിയെന്നതാണ് ലഭിക്കുന്ന വിവരം. അത്താഴ വിരുന്നിലും പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. അതേസമയം നേതൃത്വം അറിഞ്ഞല്ല കൂടിക്കാഴ്ച എന്നതാണ് സഭയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടേലുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടേലുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. ബുധനാഴ്ച രാത്രിയിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയാണ് സ്വകാര്യ വാഹനത്തിലാണ് വി.ഡി. സതീശൻ എറണാകുളം കാക്കനാടുള്ള സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വി.ഡി. സതീശൻ എത്തിയത്. 1.5 മണിക്കൂറോളം ഇവരുടെ കൂടിക്കാഴ്ച നീണ്ടു എന്നതാണ് ലഭിക്കുന്ന വിവരം. അത്താഴ വിരുന്നിലും പങ്കെടുത്ത ശേഷമാണ് വി.ഡി. സതീശൻ മടങ്ങിയത്. അതേസമയം നേതൃത്വം അറിഞ്ഞല്ല കൂടിക്കാഴ്ച എന്നതാണ് സഭയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടേലുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയത്. ബുധനാഴ്ച രാത്രിയോടെയായിരുന്നു കാക്കനാടുള്ള സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വി.ഡി. സതീശൻ എത്തിയത്. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ രഹസ്യമായാണ് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് വി.ഡി. സതീശൻ എത്തിയത്. 1.5 മണിക്കൂറോളം മേജർ ആർച്ച് ബിഷപ്പുമായി വി.ഡി. സതീശൻ ചർച്ച നടത്തി എന്നതാണ് ലഭിക്കുന്ന വിവരം. അത്താഴ വിരുന്നിലും പങ്കെടുത്ത ശേഷമാണ് വി.ഡി. സതീശൻ മടങ്ങിയത്. എന്നാൽ നേതൃത്വം അറിഞ്ഞല്ല കൂടിക്കാഴ്ച എന്നതാണ് സഭയുടെ വിശദീകരണം.